സഹോദരങ്ങളെ, മറ്റുള്ളവർ വിളിച്ചാലുള്ള വിളി പോലെയല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളി. ആ വിളിക്ക് പെട്ടെന്ന് ഉത്തരം ചെയ്തോളണം. യാതൊരു കാരണവശാലും പിന്തിക്കൂടാ. നിസ്കരിച്ചുകൊണ്ടിരുന്ന സ്വഹാബി അബൂ സഈദ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയുടെ ഉള്ളിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിസ്കാരത്തിലാണ് നബി തങ്ങൾ പുറത്തുനിന്ന് വിളിക്കുന്നത്, യാ അബാ സഈദ്. മഹാനവറുകളുടെ നിസ്കാരത്തിലാണ്. നിസ്കരിച്ച് കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ നിസ്കാരത്തിലായിരുന്നു, അതുകൊണ്ടാണ് ഉത്തരം ചെയ്യാതിരുന്നത്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു ആ സ്വഹാബിയോട്, അലം തസ്മഅ ഖൗലല്ലാഹി അസ്സ വജൽ, അല്ലാഹു പറയുന്നത് കേട്ടിട്ടില്ലേ, യാ അയ്യുഹല്ലദീന ആമനു സ്തജീബു ലില്ലാഹി വലിർ റസൂൽ ഇദാ ദഅാകും ലിമാ യുഹീകും. അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും വിളിച്ചാൽ എപ്പോഴും ഉത്തരം ചെയ്തോളണം. അത് ഫർദ് നിസ്കാരമാണെങ്കിലും സുന്നത്ത് നിസ്കാരമാണെങ്കിലും ഏത് സന്ദർഭത്തിലാണെങ്കിലും വിളിച്ചോ, വിളിക്ക് ഉത്തരം ചെയ്തോളണം, പിന്തിക്കാൻ പാടില്ല. ഫർദ് നിസ്കാരത്തിൽ വരെ കൈയിട്ട് ഉത്തരം ചെയ്യേണ്ട ഒരേ ഒരു വ്യക്തിത്വം ലോകത്തൊന്ന് മാത്രമേ ഉള്ളൂ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം ബാപ്പ വിളിച്ചാലും ഫർദ് നിസ്കാരത്തുനിന്ന് കൈയ്ക്കാൻ പാടില്ല. സ്വന്തം ഉമ്മ വിളിച്ചാലും ഫർദ് നിസ്കാരത്തിൽ നിന്ന് കൈയ്ക്കാൻ പാടില്ല. സ്വന്തം ഉസ്താദ് വിളിച്ചാലും ഫർദ് നിസ്കാരത്തിൽ നിന്ന് കൈയ്ക്കാൻ പാടില്ല. കൈയ്യിച്ചോ, നമസ്കാരം ബാത്തിലായി. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വേണ്ടി ഫർദ് നിസ്കാരത്തിൽ നിന്ന് കൈയ്യിച്ച് ഉത്തരം ചെയ്ത് പോകുന്ന ഒരാള് തിരിച്ചു വന്ന് ബാക്കി നിസ്കരിച്ചാൽ മതി എന്നാണ് മഹാന്മാർ എഴുതി വെച്ച മസ്അല. നിസ്കാരം മുറിയുന്നില്ല. ഖിബിലന്റെ ഭാഗത്തു നിന്ന് അയാളെ ശരീരം മറ്റൊരു ഭാഗത്തേക്ക് തിരിഞ്ഞാലും, അയാൾ കുറച്ചു നേരം തങ്ങളോട് സമ്മതിച്ചാലും ബാക്കി വന്ന് നിസ്കരിച്ചാൽ മതി. അയാൾ ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരുന്നതും ഒരു ഇബാദത്താണ്, അള്ളാഹു കൽപ്പിച്ച ഒരു ഇബാദത്താണ്. അത് മറ്റൊരു ഇബാദത്താണ് ആ കൂട്ടത്തിൽ ചെയ്തത്, അതും അള്ളാഹു പഠിപ്പിച്ചതാണ്. ഉമ്മ വിളിച്ചാല് ബാപ്പ വിളിച്ചാല് സുന്നത്ത് നിസ്കാരത്തിൽ കൈയ്ക്കാം, ആ വിളിക്ക് ഉത്തരം ചെയ്യാം. പക്ഷെ അപ്പോഴും ഫർള് നിസ്കാരത്തിന് ഉത്തരം ചെയ്യാൻ പറ്റൂല. അതങ്ങനെ തന്നെ പൂർത്തീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വിളി, ആ വിളിയെ സ്വഹാബത്ത് കണ്ട കാഴ്ചപ്പാട് എങ്ങനെയാണ്, എത്ര വലുതാണ്.